എന്താ വെച്ചാൽ ഞങ്ങൾ ഇത്രയും വീട്ടുകാർ എവിടെ പോകും? ഞങ്ങളുടെ അച്ഛന് കൂലിപ്പണിയെടുത്തുള്ള അച്ഛൻ കുടുംബമാണ്. ചെറുപ്പം ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോഴേ. എന്തായാലും സർക്കാർ വിഷയത്തിൽ ഇപ്പൊ ഇടപെട്ട് തൽക്കാലം പോലീസിനോടൊക്കെ പിന്മാറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ കൂടെ തുടങ്ങുമല്ലേ? അതെ, പ്രതീക്ഷയുണ്ട്. ഞങ്ങൾക്ക് ഈ സർക്കാർ ഞങ്ങൾക്ക് അനുകൂലമായ നടപടി എടുക്കുന്ന പ്രതീക്ഷയുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കടപ്പടം കിട്ടണം. ഞങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് വേറൊരു സ്ഥലമില്ല. ഏത് വക്കീലാണ്? ആ വക്കീല് കള്ളത്തരം കാണിച്ചിട്ടല്ല അടുക്കള വസ്തു വന്ന് നോട്ടീസ് ഓടിക്കുന്നത്. നല്ല വക്കീലാണ് ഫ്രണ്ടിലേ വരുള്ളൂ. അടുക്കള വസ്തു വരൂല. അടുക്കള വസ്തു വന്നത് കാശ് എണ്ണി മേടിച്ചിട്ടാണ് വക്കീല്. അതാ വക്കീല് പകുതി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വക്കീല് അതുകൊണ്ട് തന്നെ വക്കീല് ഇത്രയും കാണിക്കുന്നത് കാശിന്റെ പുറകൊത്തുമേ ഓടിക്കുന്നത് കള്ളത്തരാണ്. സർക്കാരിനാണ് പ്രതീക്ഷയുണ്ട്. ഞങ്ങൾക്ക് ഏത് സർക്കാരായാലും കുടിയൊടുപ്പ് അവകാശങ്ങളും കിട്ടൂല. 150 വർഷമായി ഞങ്ങൾ താമസിക്കുന്നത്. ആ കുടിയൊടുപ്പ് അവകാശങ്ങളും കിട്ടൂലേ? ഞങ്ങൾ അതാ പറയുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിക്ക് പറ്റിയില്ല? ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണം. ഒരുപാട് അവർ ഉപദ്രവിച്ചിട്ടുണ്ട്. പോലീസുകാർ വലിയ കമ്പി വെച്ച അതും പോലീസുകാർ ലേഡീസ് എല്ലാം വന്നേക്കും. മറ്റേ പോലീസുകാരെ ഞങ്ങളെയൊക്കെ തല്ലിയത് ആൺ പോലീസാണ്. ലേഡീസ് സ്റ്റാഫ് ഉണ്ടായില്ലേ? എന്തുകൊണ്ട് ആൺ പോലീസ് ഞങ്ങളെ പോലീസുകാരാണ്? പോലീസ് ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഈ വീട് വിട്ടു പോകൂല. കാരണം ഞങ്ങളുടെ അച്ഛൻ, ഞങ്ങൾ 5 മക്കളാണ്. 4 പെണ്ണും ഒരാണോ നെക്കലാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ കുഞ്ഞു ചെറുപ്പത്തിലാണ് എൻ്റെ അച്ഛൻ പണിയെടുത്തിട്ടുണ്ട്. എന്തോരം കഷ്ടപ്പെടുന്ന ഈ വീടുണ്ടാക്കണം. ഞങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ഒന്നുമില്ല. എൻ്റെ അച്ഛൻ എന്തോരം കൂലിപ്പണി എടുത്തിട്ട് എനിക്ക് ഇത്രയുള്ള വീടുണ്ടാക്കണമെങ്കിൽ എത്ര വർഷം എത്തിയ വീടാണെന്ന് അറിയുന്നത്? 41 വർഷമായ വീട്. അത് ഈ വീട് പണിതപ്പോ അവരുടെ സ്ഥലമാണെങ്കിൽ എന്തുകൊണ്ട് അവരെ എതിർത്തില്ല? സർക്കാർ നടപടിയിൽ പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതായത് അവരുടെ കയ്യിൽ കൃത്യമായ രേഖകളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരിവിടെ ജീവിച്ചതും മുന്നോട്ട് പോക്കും ഉണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കാൻ പറഞ്ഞാൽ നടക്കില്ല. പക്ഷേ നിലവിലെ സർക്കാർ നടപടി കൊണ്ട് മാത്രം പൂർത്തിയാവുന്നില്ല എന്നുള്ള അഭിഭാഷക കമ്മീഷൻ ഇപ്പോൾ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ടോ എന്നൊരു കാര്യം കൂടിയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.